ഒരു എയർപോർട്ട് തുടങ്ങാനുള്ള സ്ഥലമുണ്ട് നമുക്ക്. അന്ന് വാങ്ങിച്ച അതേ സ്ഥലം. ഒരു കമ്പനിയിൽ ലോഡ് ഇറക്കാൻ വന്നതാണ്. ഇതുവരെക്കാട്ടും ഇറക്കിയില്ല, വിളിച്ചില്ല. എന്താവും ഒരു ചായയൊക്കെ കുടിച്ച്. അതാ വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ. കുറേ നേരം ഇവിടെ വണ്ടിക്കകത്തിരുന്നു. പിന്നെ കുറച്ച് നേരം വണ്ടിയുടെ വെളിയിൽ ഇറങ്ങി നടക്കാൻ വിചാരിച്ചു. മൊത്തം മണലല്ലല്ലോ, മണ്ണ്. മണലും അല്ല, ഇതിന് മണലൊന്നും പറയാൻ പറ്റത്തില്ല. ഈ സാധനമാണ് അടിച്ച് പൊങ്ങുന്നത്. എന്താ പൊടി. പിന്നെ എന്നാ ശരി, ഞാൻ ലോഡൊക്കെ ഇറക്കിയിട്ട് വരാം. ഇനി വിളിച്ചിട്ടില്ല, ലോഡിറക്കാൻ വിളിച്ചിട്ടില്ല. വിളിക്കുമായിരിക്കും, എപ്പോഴെങ്കിലും വിളിക്കുമായിരിക്കും. അതുകൊണ്ട് കാലിലൊക്കെ മണ്ണ് കുറച്ച് കയറിയില്ലെങ്കിൽ വണ്ടിക്കകത്ത് മൊത്തം കുളവും. അയ്യ, ഇതാണ് നമ്മളെ ബെഡ്. ബെഡിൻ്റെ കാണാമോ? ബെഡൊക്കെ അടിപൊളിയാ. അകത്ത് ലൈറ്റ് ഉണ്ട്? അകത്ത് ലൈറ്റില്ല, അകത്തുണ്ട്. അതവിടെ പോയിടണം. ഇതാണ് ബെഡ്. പിന്നെ അത്യാവശ്യ സമയത്തൊക്കെ നമുക്ക് വെളിയിൽ ആരെങ്കിലുമൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏയ് ബായ് ഇതാവോ അങ്ങനെയൊക്കെ പറയാം. ബായി ചിലപ്പോൾ ഹോൺ അടിച്ചാൽ ചിലപ്പം ശ്രദ്ധിക്കത്തില്ല. അവൻ എല്ലാ വണ്ടികളും ഹോൺ അടിക്കുമല്ലേ. അപ്പോൾ നമ്മൾ ഇതിലങ്ങോട്ട് ഞെക്കി പിടിച്ചിട്ട് ബായ് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വരും. അങ്ങനെയുള്ള സിസ്റ്റമൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ വയർലെസ് അതിൻ്റെ സിസ്റ്റം. ഹലോ അങ്ങോട്ട് ചെക്ക് ചെയ്ത് നോട്ട്. എവിടെയായിരുന്നു? ഓ, അങ്ങോട്ട്. ഹലോ കേൾക്കുന്നില്ല. ഹലോ വേണ്ട, ആവശ്യമില്ലാത്ത സാധനമൊന്നും പിടിച്ച് ഞെക്കണ്ട. അങ്ങനെ വെച്ചേക്കാം. സൗണ്ട് കേൾക്കുന്നു. അയ്യോ, ഇതൊക്കെ എന്തോ ഓണായിരിക്കുന്നു. ഈശ്വര, ഓഫായി. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം. കണ്ടില്ലേ, നമ്മളറിയാത്ത കുറേ സാധനങ്ങൾ വണ്ടിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ടോപ്പൊക്കെ തുറന്ന് തലയൊക്കെ വെളിയിലിടാം. പിന്നെ തിരിച്ച് തല വരുത്തില്ലെന്നേ ഉള്ളൂ. അത്രയുള്ള ഗ്യാപ്പുകൾ, കാറ്റുള്ള ഗ്യാപ്പാണ്. എന്ത് ചെയ്യും? കുറേ നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്ത് ചെയ്യുമെന്ന് പറ. നെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ലൈവെങ്കിലും വിട്ട് സംസാരിക്കുമായിരുന്നു. പിന്നെന്താ ചെയ്യുക? പക്ഷെ അടിപൊളിയാണല്ലേ ഇവിടെ. നമുക്ക് കുറച്ചു നേരം ഇവിടുത്തെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ ഈ മരുഭൂമിയിലെ കാര്യങ്ങൾ. ഈ മരുഭൂമിയിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഓരോരുത്തരൊക്കെ വന്ന് ഇവിടെ ഈ നമ്മളെ സിറ്റി ഏരിയയിലെങ്ങുമില്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് വിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അല്ലേ. ഞാൻ മുമ്പ് നിന്നിട്ടുണ്ട്. ഞാൻ കുവൈറ്റിൽ ഒരു സ്ഥലത്ത് നമ്മളൊരു കൂട്ടുകാരൻ്റെ ഇതുണ്ടായിരുന്നു, അവിടെ നിന്നിട്ടുണ്ട് കുറച്ച് നാൾ. എന്നുവെച്ചാൽ വെള്ളിയാഴ്ച ലീവ് വരുമ്പോൾ 2 ദിവസം പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഭയങ്കര ഫീലാണ് കേട്ടോ. ഞാൻ മെനങ്ങാന്നൊരു ഇതിട്ടില്ലേ, ഒട്ടകത്തിൻ്റെയൊക്കെ പറഞ്ഞിട്ട്. അവനവിടെ ഒട്ടകത്തിനെ നോക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നല്ല വൈബാണത്. എന്ന് വെച്ചാൽ എന്തോ നമുക്ക് അന്ന് ഞാൻ നിൽക്കുന്ന സമയത്ത് നെറ്റൊന്നും ഇല്ലായിരുന്നു. എങ്ങനെ നമുക്ക് നാട്ടിൽ വിളിക്കാനും എടുക്കാനും അങ്ങനെയൊന്നും ഇതില്ല. വിളിക്കുന്നതൊക്കെ നമ്മൾ മറ്റേ ഇതിലാണ്, സാധാ കോള് അല്ലാതെയാണ്. വാട്സപ്പ് ഒന്നും ഇല്ലായിരുന്നു.
പിന്നെ ഈ പറയുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള മരുഭൂമിയിലേക്ക് ഒന്ന് ആലോചിച്ചോ, നമുക്ക് ആരും സംസാരിക്കാനോ എടുക്കാനൊന്നുമില്ല. ഒട്ടകത്തിനെ നോക്കി കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ. ഇപ്പം നെറ്റുണ്ട്, ഇപ്പം നെറ്റിൽ കൂടി നമുക്ക് നമ്മളാ ഒരു ജീവിത രീതി പുറം ലോകം കാണിക്കാൻ പറ്റും ഇല്ലേ. പക്ഷെ അത് ഒരു പ്രത്യേക വൈബാണ്. ഉള്ളവരും പറയല്ലേ, ഇപ്പം ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ഈ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഒന്നി വണ്ടി കിടന്ന് ഉറങ്ങാം, ഓരോ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ലോഡിറക്കാൻ വന്ന് നിൽക്കുന്നു, ഇപ്പോൾ 15-20 മിനിറ്റ് കൊണ്ട് അതിൽ ലോഡിറക്കാൻ വന്നിട്ട് ചെറുതായിട്ടും ഇറക്കിയിട്ടില്ല, അവിടെ നിൽക്കുന്നു, ഒരു കാര്യമില്ലാതെ. സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തത് നാളത്തെ ദിവസം. ഇന്ന് ദിവസം കഴിഞ്ഞു. ഇന്നിപ്പോൾ എത്ര 5:15 5:20 ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനി നാളെ രാവിലെ എണീക്കോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. എന്നാലും എണീച്ച് കഴിഞ്ഞാൽ നാളെ ഇത് കണക്ക് ഓരോ ഓട്ടം, 2 ഓട്ടം, 3, 4 ഓട്ടം ഇങ്ങനെയൊക്കെ ഓട്ടം വന്നുകൊണ്ടിരിക്കും. എൻ്റെ കാര്യം അപ്പോൾ ഓടിക്കൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ സമയം പറയുന്നത് വീണ്ടും വൈകുന്നേരം. ഇപ്പം ഞാൻ ഇവരെ കൂടെ കയറിയിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസമായി. 1 മാസം എങ്ങനെ പോയെന്ന് പോലും അറിയത്തില്ല. ആദ്യത്തെ 4-5 ദിവസം എനിക്ക് പണി കുറവായിരുന്നു. പണി ചെയ്യുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ ഇത് പണിയെന്നല്ല പറയുന്നത്, ഇത് നമ്മളെ ഒരു ഫാഷനല്ലേ ഡ്രൈവിങ്. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ പണികളൊക്കെ ഉണ്ടെന്നില്ല, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ അതിൽ എല്ലാം ചെയ്യേണ്ടതാണ്. അത് നമ്മളെ ഉത്തരവാദിത്വമാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ ഒരു ജോലി, ഏത് ജോലിയായാലും ചെയ്യുമ്പോൾ നമുക്ക് ആ സമയം പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കും അല്ലേ. സമയം പോകുമ്പോൾ ഓരോ ദിവസങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കൂടെ വന്നിട്ട് ഈ 1 മാസമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എങ്ങനെ പോയെന്ന്. ആദ്യം വന്നൊരു 4-5 ദിവസം പൊതുവേ എനിക്ക് ജോലി കുറവായിരുന്നു ഇവരുടെ കൂടെ. പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്ന് അത്യാവശ്യം ഓടിത്തുടങ്ങി. അപ്പോൾ ഇപ്പോൾ കണ്ടിന്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ദിവസങ്ങൾ പോകുന്നതെന്ന് ആലോചിക്കും. ഞാനിവിടെ വന്നിട്ട് 4.5 വർഷം ഉണ്ടായി ദുബായിൽ വന്നിട്ട്. എൻ്റെ നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ദിവസങ്ങൾ പോകുന്ന ഒന്നും അറിയുന്നു. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെയൊക്കെ വന്ന് ഒറ്റപ്പെട്ട് പോയെന്ന് വെച്ചാൽ ഒറ്റയ്ക്കായി ചില സ്ഥലങ്ങളിലൊക്കെ ഒറ്റയ്ക്കായി പോയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഇതാണെങ്കിൽ ഫോണിൽ അല്ലെങ്കിൽ നമുക്ക് വല്ല വീഡിയോ വിട്ടോ ലൈവിലോ അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും സംസാരിച്ച് നമുക്ക് ദിവസങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് നല്ല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കില്ലേ. ഞാൻ ചിന്തിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്കാന്ന് തോന്നിയിട്ടില്ല. എനിക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റയും യൂട്യൂബും ഇതെല്ലാം ഉള്ളതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നു. പക്ഷെ മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഒറ്റയ്ക്കാന്ന് തോന്നിയിട്ടുണ്ട്. ഇവിടെ ആൾക്കാരുണ്ടെങ്കിലും കാര്യമില്ല അങ്ങനെ. ഇപ്പം കണ്ടില്ലേ, ഞാനീ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്. ആരൊക്കെ എടുക്കുന്നൊന്നും എനിക്കറിയത്തില്ല. അല്ല നമ്മളെ കാര്യങ്ങൾ പറയുക. അങ്ങനെ ഓരോ ദിവസങ്ങൾ പോകുന്നു. പിന്നെന്താണ്, ഇത് അടുത്ത് കാണുന്നതെന്ന് വെച്ചാൽ മൊത്തം മരുഭൂമി ഏരിയയാണ് ഇത് കേട്ടോ. പച്ചപ്പുള്ള മരുഭൂമി ഏരിയയാണ്. പക്ഷെ ഇതിൽ ഇച്ചിരി കൂടി അങ്ങോട്ടാണെങ്കിൽ ഫുള്ള് മണൽ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം കുഴപ്പമില്ലാത്ത ഇതിന് അവിടെ അടുത്ത് ട്രക്കിൻ്റെ റോഡാണ്. അതിലെ കൂടെ നമ്മൾ വരുന്നത്. അതിലെ കൂടെ വരാൻ പറ്റത്തുള്ളൂ. ഇത് കഴിഞ്ഞ് 2-3 റോഡിൽ കൂടിയേ നമുക്ക് ഓടാനുള്ള ഇതുള്ളൂ. പിന്നെ ഇപ്പം ടൈമുണ്ടല്ലേ, റംസാനായിട്ട് ടൈമും ഉണ്ട്. റോട്ടിൽ ഇത്ര ടൈമിൽ ഇറങ്ങാവുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ കമ്പനിയിലോ അല്ലെങ്കിൽ നമ്മൾ പാർക്കിംഗ് എവിടെയെങ്കിലുമൊക്കെ വണ്ടി ഒതുക്കിയിട്ട് ഇരിക്കണം. അങ്ങനെയൊക്കെ അങ്ങനെ ഓരോ ദിവസങ്ങൾ പോകും. ഇനിയിപ്പോൾ ഇവിടുത്തെ എന്താണോ എന്തോ, ഇനി എപ്പം തീരുമോ എപ്പം വരുമോ എന്തോ. ആള് വന്നു കഴിഞ്ഞാൽ പൈപ്പ് പിടിച്ചിട്ടിട്ട് വെള്ളം അടിച്ച് ഇറക്കിയിട്ട് പേപ്പറും കൊടുത്ത് ഒപ്പ് മാഞ്ചിട്ട് അപ്പോഴേ വിടാം. അടുത്ത ഓട്ടോ എടുക്കാൻ പോകാം. ഇന്നൊരു ഓട്ടോയെ കൂടിയുള്ളൂ. എന്ത് ചെയ്യും? ഇന്നൊരു ഓട്ടം തന്നെ കഷ്ടപ്പെട്ട് ഓടിയത് ഓരോ ഓട്ടം. ഇനി ഓരോ ഓട്ടം, ഇതിപ്പോൾ 2ാമത്തെ ഓട്ടോ. 4 ഓട്ടോ 3 ഓട്ടമെങ്കിലും എടുക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ വെയിലാണ് സഹിക്കാൻ വയ്യാത്ത. ഷിറ്റ്, കണ്ണിൽ തന്നെ വന്നടിക്കുന്നേ. ഇവിടെ സാധനം ഇതാക്കി വെച്ചേക്കുവാണ്. താടിയൊക്കെ വളർന്നില്ലേ, വെട്ടണം. എന്തോ ഒരു വെള്ള പെയിന്റ് അടിക്കണം. അത് നരച്ചെന്നൊക്കെ തോന്നും, പക്ഷെ നരച്ചൊന്നും ഇല്ല കേട്ടോ. ഇത് നരച്ച കണക്കൊക്കെ നമുക്ക് തോന്നും.
ഇത് നരയൊന്നുമല്ല കേട്ടോ, ഇത് മോഡലാണ്. ആ കേട്ടോ, മുടി വെട്ടാറായി സൈഡ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ. പിന്നെന്താ, ഞാൻ ശരി, ഇനി അടുത്ത എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരാം. അപ്പം ഇന്നത്തെ കാര്യം കഴിഞ്ഞ്. അല്ല, എന്നും ഞാൻ ഇടുന്നുണ്ട്. ഞാൻ ഓരോന്നോരോന്ന്, എനിക്ക് റീൽസ് എടുത്ത് ഇടാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് ഞാനതെടുത്ത് ഇങ്ങനെ ആക്കി അങ്ങ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കണ്ടോ, ഇല്ലാത്തവർ കാണണ്ട. അങ്ങനെയല്ലേ, അതല്ലേ അതിൻ്റെ ശരി. തണുപ്പടിച്ച് എനിക്കത് തുമ്മലോ. AC കറക്റ്റ്, AC കുറച്ച് വെച്ചേക്കും, എന്നാലും തണുപ്പുണ്ട്. AC ഇല്ലെങ്കിൽ കുറ്റം, AC ഉണ്ടെങ്കിൽ കുറ്റം. എന്ത് ചെയ്യാനാണ്, നമ്മൾ മലയാളികൾ ഇങ്ങനെ ആയി പോയല്ലേ. ഞങ്ങളെ മുതലാളി പാകിസ്ഥാനി മുതലാളിയാണ്. AC ഇല്ലെന്ന് പറഞ്ഞപ്പോൾ AC ഗ്യാസ് അടിച്ചു വന്നു. റീൽസ് എടുത്തിട്ട് 2-3 ദിവസമായില്ലേ, എടുക്കണം. റീൽസ് എടുക്കാൻ ഒരു മൂഡില്ലെന്നേ, എന്താണെന്നറിയത്തില്ല. ഇന്നലെ ഇന്നൊന്നും ഒരു മൂഡില്ല റീൽസ് എടുക്കാനായിട്ട്. എനിക്ക് ഒരു 5-6 ദിവസം മുമ്പ് നല്ല വൈവായിരുന്നു. ഇപ്പം ആ വൈവ് അങ്ങ് പോയി. എന്താ കാരണമെന്ന് അറിയത്തില്ല. ഇപ്പം എനിക്ക് ഇങ്ങനെ വീഡിയോ എടുത്തിടാനാണ് എനിക്ക് ഒരു ഇപ്പോഴത്തെ ഒരു വൈബ് വന്നേക്കുന്നത്. അതെന്താണ് കാര്യം? അതിനെപ്പറ്റി ആരെങ്കിലും വല്ലതും അറിയാമോ? ആര് നോക്കാൻ, ആർക്കറിയാം. എന്നേ ശരി, ഞാനൊന്ന് നൈസിനൊന്ന് ഉറങ്ങട്ടെ. അപ്പോഴത്തേക്ക് അവർ വിളിക്കാൻ പോയാൽ മതി. ഞാനൊന്ന് കിടന്ന് ഉറങ്ങട്ടെ. നിങ്ങൾ റോഡ് ഒന്നുകൂടി കണ്ടോ, ദേ കാണൂ, ലോറി വരുന്നത് കാണൂ. ലോറികൾ കാണുന്നുണ്ടോ? ഇതാണ്ടേ, എൻ്റെ ഗ്ലാസ്സിൽ കൂടി ബാക്ക് കാണാൻ പറ്റുമോ? ഗ്ലാസ് എവിടെ കാണാൻ പറ്റുമോ? അങ്ങനെയുണ്ട്. മരുഭൂമിയല്ലേ, മരുഭൂമിയല്ല, പച്ചയുള്ള മരുഭൂമി അല്ലേ. എന്നേ ശരി. ഇപ്പോൾ എത്ര മണിയായി നാട്ടിൽ? ഞാൻ പറഞ്ഞുതരാം. 5:30 ഇവിടെ. 7 മണിയായില്ലേ, എല്ലാം ഉറങ്ങിക്കാണും. എന്നാൽ ഗുഡ് നൈറ്റ് ഉറങ്ങിയവർക്കെല്ലാം. ഉറങ്ങാത്തവർക്ക് ഗുഡ് മോർണിംഗ്. ശരി, സമയം ഒരുപാടായി.